ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കണേ. ലോങ് വീഡിയോ പറയുമ്പോൾ 5 മിനിറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നനച്ചുള്ളിയാണ് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ നനച്ചുള്ളിയാണ്. അപ്പോൾ യൂട്യൂബ് കണ്ട് തുറന്നാൽ ഫുള്ള് നനച്ചുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നനച്ചുള്ളി കേട്ടത്. നനച്ചുള്ളിൻ്റെ ഫുള്ള് കഴിഞ്ഞിട്ടൊന്നുമല്ല, ഫ്രിഡ്ജിൻ്റെ നനച്ചുള്ളി ചെയ്യാച്ചിട്ട് അത് നിങ്ങൾക്ക് കാണാച്ചിട്ട് ആ വീഡിയോ എടുത്താട്ടാ. അപ്പോൾ ഞാൻ എല്ലാ ഗ്ലാസ്സൊക്കെ തുടക്കലാണ് കേട്ടോ. നമ്മൾ ഫ്രിഡ്ജ് വാങ്ങുമ്പോഴൊക്കെ അതിനെപ്പറ്റി പറഞ്ഞു തരാനൊക്കെ ആൾക്കാർ വരില്ല. അപ്പോൾ അയാൾ പറഞ്ഞാട്ടാ തുടച്ചാൽ മതി, കഴുകരുതെന്ന്. അപ്പോൾ ഞാൻ തുടക്കലാണ് ഫ്രിഡ്ജിൻ്റെ ഗ്ലാസ്സൊക്കെ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ തുടച്ചിട്ടുള്ളൂ, അതാണ് വലിയ കുഴപ്പമില്ലാത്തത്. അല്ലെങ്കിൽ നല്ല എരപ്പാവും. പിന്നെ ഇറച്ചി മീനും വെക്കണ ഭാഗമാണല്ലോ വൃത്തിയില്ലാതാവുക. അപ്പോൾ പിന്നെ ഞാൻ ഓരോ ഭാഗം തുടച്ചിങ്ങാണ്ട് അതിലേക്ക് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടാ. അപ്പോൾ നന്നാക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു കുഞ്ഞ് അസിസ്റ്റൻ്റ്. അപ്പോൾ ഓനക്ക് പറ്റിയ മാതിരി ഓനും പണിയാക്കി തരുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കാണ്ട് കുറച്ച് പച്ചക്കറി കൊട്ടീന്ന് കുറച്ചവിടെ കൊട്ടി കൊടുത്തപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ അയിമക്ക് പോയി ഡോറുമ്പുള്ള മുട്ടൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നല്ല പേടിയുണ്ടായിരുന്നു, അതും ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് പച്ചക്കറി അവിടെ കൊട്ടി കൊടുത്തപ്പോൾ അത് ശരിയായി. പിന്നെ ഒരു സാധനം തക്കാളി ഒന്നും തീരെ വെക്കാൻ പറ്റൂല അവൻ്റെ ഇടയിൽ. ഓൻ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി കണ്ട് കടിച്ച് ഇരപ്പാക്കും. അതന്നെ വൈതളങ്ങൊക്കെ അതൊക്കെ അടിച്ച് വെക്കണമായിരുന്നു. അപ്പോൾ ഓനക്ക് പറ്റിയ മാതിരി ഓനും പണിയാക്കാം. അപ്പോൾ അതും അതിലെന്താ ഒലിച്ചിക്കാണ്ട് അതിൻ്റെ മേലത്തെ തട്ടുന്നു എന്തോ ഒലിച്ചതാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് പിടിച്ചിരിക്കണം കേട്ടോ. വേറെ ഉള്ളതൊക്കെ എളുപ്പമായിരുന്നു തുടച്ച് എടുക്കാൻ, ഒരട്ടം തുടച്ചതുകൊണ്ട്, കുറച്ച് മുന്നേ തുടച്ചതുകൊണ്ട്. ചെറിയ മക്കളുണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മളൊരു പണിയെടുക്കുമ്പോൾ വേറെ പണിയാക്കും. അപ്പോൾ എന്താ പറയുക, ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടാ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ ചാനലാണ്, വല്ലാതെ ഷോർട്സാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ, വീഡിയോ അല്ലാതെ ഇടില്ല. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോർമത്താണ് കേട്ടോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ മേലത്തതും ആ അടിയത്തെ ഭാഗം മാത്രം എനിക്ക് എടുക്കാൻ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നടുഭാഗം പറ്റിയില്ല എടുക്കാൻ. മുട്ട അങ്ങനെ ട്രേ എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് പിന്നെ അത് എടുത്തിട്ടില്ല കേട്ടോ. ആ ബാക്കിയൊക്കെ തുടച്ചിങ്ങാണ്ട് അതേമാതിരി തന്നെ സാധനങ്ങളൊക്കെ ആണ്ട് തന്നെ വെച്ച്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നനച്ചുള്ളി തന്നെയാണല്ലോ അല്ലേ. ഫ്രിഡ്ജ് ഞാൻ ലാസ്റ്റേക്ക് വെച്ചാണ്. ഫ്രിഡ്ജ് നോമ്പിൻ്റെ അടുപ്പിച്ചൊക്കെ ചെയ്യാച്ചിട്ട് വെച്ചേന്ന് കേട്ടോ. മേലുള്ള മറ്റേ ഐസ് ഉണ്ടാക്കുന്ന ട്രേ ഇല്ലേ, അതൊന്നും കഴുകണില്ല. അതൊക്കെ നോമ്പിൻ്റെ തലേന്ന് രാത്രി ഐസ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കാച്ചിട്ട്. അപ്പോൾ ഓനക്ക് ഞാൻ വെക്കണം കണ്ട് ഓരോന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞ് ഫ്രീസർ നന്നാക്കാനുള്ള പരിപാടിയാണ്. ഫ്രീസറിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഇപ്പം അടുത്ത് തുടച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഫ്രീസറിൽ സാധനവും ഇല്ല. അതാ എനിക്ക് പറ്റണ മാതിരി അത് അവലും പാക്ക് കയറ്റി പോകണം. ആ പാക്കറ്റ് നിലത്തിട്ട് കണ്ട് ടേബിളുമ്മൊക്കെ എത്തി എറിഞ്ഞ് നോക്കുക കേട്ടോ. എത്തായിട്ട് അവലും പാക്കറ്റ് ടൈമ ചവിട്ടി കയറുക, അങ്ങനെയൊക്കെ ഓരോ പണി. അപ്പോൾ അതും അതേമാതിരി താഴത്ത് ചെയ്ത മാതിരി തന്നെ, അതും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അതും അതേമാതിരി വെച്ച് ഇനി പുറം ഭാഗമൊക്കെ ഒന്ന് ചെയ്യണം. പിന്നെ മേൽഭാഗവും ഉണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ തുടക്കാമെന്ന് കേട്ടോ. മേലെ നല്ല പൊടി ഉണ്ടാവും. റോട്ടുമ്പോൾ നിങ്ങളുടെ പൊടി പാറിയിട്ട് ആ ഷീറ്റ് ഇട്ടുകൊണ്ടാണ് വല്ലാതെ അറിയാത്ത ഫോണിൽ. പിന്നെ എല്ലാ സൈഡും അതും തുടച്ചുകൊണ്ട് ശരിയാക്കണം. അവിടെ ഇരുത്തണ വാഷ് ബേസ് ഉള്ളതുകൊണ്ട് അവിടുന്ന് വെള്ളം വെക്കാം. ബക്കറ്റിൽ മുക്കാൻ പറ്റൂല, അമ്മ ടൈക്കണം കേട്ടോ. പിന്നെ ഉള്ളിൽ മീനും ഇതൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ചോരയൊക്കെ വലിച്ചിട്ട് പിന്നെ മുക്കി തുടച്ചാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒന്ന് പിഞ്ഞങ്ങാണ്ട് പിന്നെയും തോത്താട്ടോ. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ സംഭവം.
അടി മേലൊക്കെ. പക്ഷേ താഴത്ത് കണ്ടാൽ ഫുള്ള് നിറഞ്ഞിരിക്കണം. പക്ഷെ ഒന്നും ഒഴിവാക്കാനില്ല. ഒന്നും എടുത്ത് പഴയ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഒഴിവാക്കാൻ. ഒക്കെ കുറേ മുന്നേ വെച്ചത് അതാട്ടോ ഉദ്ദേശിച്ച്. കുറേ മുന്നേ വെച്ച സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഡോറുമ്മ ഞാൻ കുറച്ച് തക്കാളിയൊക്കെ ഉള്ളിൽ വേറെയും വെക്കും കേട്ടോ. വേഗം എടുത്ത് പോകാൻ പറ്റുന്ന രൂപത്തിൽ ഡോറുമ്മ വെക്കണതാണ്. കുറച്ച് ഉള്ളിൽ വേറെയും വെക്കും. അപ്പോൾ ഒക്കെ ഞാൻ ആദ്യത്തെ മാതിരി തന്നെ സെറ്റാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ആക്ച്വലി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.